പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ദൈവ പൈതലും ഒരു പോർക്കളത്തിലാണ് ആയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6:11 നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും. 2 കൊരിന്ത്യർ 10:4 ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ കർത്താവ് ജയിച്ച കർത്താവാണ്. കൊലോസ്യ ലേഖനം 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് വായിക്കുവാൻ കഴിയുന്നു. ആമേൻ. സ്പിരിച്വൽ വെപ്പൺസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം. ആമേൻ. ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാള് ഒരു ദൈവത്തിനെ ആമേൻ ജയത്തോടെ നടത്തുവാൻ കഴിയുന്ന ശക്തമായ ആയുധമാണ്. വിശ്വാസമെന്ന പരിച, ഹല്ലേലൂയ, നമുക്കെതിരെ വരുന്ന വിഷയങ്ങളിൽ വിശ്വാസത്തോടെ നേരിടുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ആമേൻ. സത്യമെന്ന അരക്കെട്ട് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന അനുഭവമാണ്. നീതി എന്ന കവചം, അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ, നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്ടറായിട്ട് നിലകൊള്ളുന്നു. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, നമ്മുടെ മനസ്സിനെ രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ മനസ്സിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് അനേക ആയുധങ്ങളെക്കുറിച്ച് വീണ്ടും കാണുവാൻ. സ്പിരിച്വൽ വെപ്പൺസ്, ദൈവം നമ്മളെ സർവായുധവർഗം ധരിപ്പിച്ചിരിക്കുന്നു. സാത്താനും പല നിലയിൽ നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ അവൻ്റേതായിട്ട് ആയുധങ്ങളുണ്ട്. ഹല്ലേലൂയ, ആമേൻ. അവന് ഒരുക്കിയിരിക്കുന്ന ആയുധങ്ങൾ പ്രധാനപ്പെട്ട അവൻ അപവാദിയായ പിശാചെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നാം കാണുന്നത്. ലൈസ് ആൻഡ് ഡിസെപ്ഷൻ, അപവാദിയായ പിശാച്. അവൻ കള്ളൻ്റെ അപ്പനെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അതുപോലെ ടെംപ്റ്റേഷൻ, നമ്മളെ വിവിധ പരീക്ഷണങ്ങളിൽ കൂടി കടത്തിവിടുന്നത് സാത്താൻ്റെ ഒരു ശക്തമായ ആയുധമാണ്. യേശു കർത്താവ് പോലും മരുഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെയുള്ള ടെംപ്റ്റേഷൻ, പരീക്ഷണങ്ങളെ നേരിടേണ്ടതായിട്ട് വന്നു. ആദിമാതാവായ ഹവ്വ പരീക്ഷണങ്ങൾ ഏദൻ തോട്ടത്തിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുപോലെ ഡൗട്ട്സ് ആൻഡ് ഫിയർ, സംശയങ്ങൾ, ഭയം, അത് ഒരു ദൈവത്തിൻ്റെ നേരെ ശത്രുവാൻ തൊടുത്തുവിടുന്ന ഒരു പ്രധാനപ്പെട്ട ആയുധമായി. നമ്മൾ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പല പരീക്ഷണങ്ങൾ നമ്മളെ കൊണ്ടിട്ട് ദൈവത്തിൻ്റെ നമ്മളോടുള്ള വിശ്വസ്തതയും ദൈവത്തിൻ്റെ ശക്തിയെയും ചോദ്യം ചെയ്യുന്ന നിലയിൽ നമ്മളെ ക്ഷീണിപ്പിക്കുവാൻ, ഭയപ്പെടുത്തുവാൻ കടന്നു വരുന്ന പ്രതികൂല ശക്തികളുണ്ട്. അതുപോലെ തന്നെ കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നമ്മൾ നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ അതിൽ നിന്ന് അകറ്റുന്ന ഡിസ്ട്രാക്ഷൻസ്, പല വിഷയങ്ങൾ കൊണ്ടിട്ട് നമ്മളെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വചനത്തിൽ കാണുന്നു, കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് തന്നെ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ഹല്ലേലൂയ, ദൈവവചനത്തെ കോട്ടിക്കളയുന്ന നമ്മൾ പുസ്തകങ്ങൾ കാണുന്നുണ്ട്. വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് സാത്താൻ ചോദിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ സംശയങ്ങൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന വിഷയങ്ങൾ. അതുപോലെ പ്രൈഡ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സ്ഥാനങ്ങൾ, മാനങ്ങൾ, അതുപോലെ ലോകപരമായ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ വലിച്ചുകൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ശത്രുവിൻ്റെ ആയുധങ്ങൾ. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, കണ്ണിൻ്റെ ഇഷ്ടങ്ങൾ, ജഡപ്രകാരം നമ്മളെ ജീവിക്കുവാൻ, ജഡമോഹം, കൺമോഹം, ലസ്റ്റ് ഓഫ് ഫ്ലഷ് ആൻഡ് ലസ്റ്റ് ഓഫ് ദ ഐസ്, അത് സാത്താൻ്റെ ശക്തമായ ഒരായുധമാണ്.
മറ്റൊന്നിലും വീഴ്ത്തുവാൻ കഴിയാതെ ഇരിക്കും. ഈ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ ആയുധങ്ങളുണ്ട്. അതുപോലെ നിരന്തരം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺസ്റ്റൻ്റായിട്ട് നിരന്തരം അപവാദം പറഞ്ഞ് നമ്മളെ അകറ്റുവാൻ, ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ. ശത്രുവായനൊരു അപവാദിയാണ്. അവന് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം കൊണ്ട് അത് നിർത്തുന്നതല്ല. നിരന്തരം അപവാദം പറയുവാൻ ശ്രമിക്കും. നമുക്കറിയാം, യോബിൻ്റെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നീതിമാനായിരുന്ന ദൈവത്തോടുള്ള ആഗ്രതയിലായിരുന്ന യോബിനെ ദൈവത്തെ തള്ളിപ്പറയാനായിട്ട് അവനെ അപവാദപ്പെടുത്തി ആ ശത്രുവിൻ്റെ ആയുധം ശക്തമായി ഉപയോഗിക്കുവാനിടയായി. എന്നാൽ അവിടെയും യോബ് ശക്തമായിട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നിൽക്കുവാനിടയായി. അതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ പെയിൻ ആൻഡ് സോറോ, വേദനയും കഷ്ടവും ഒക്കെ കൊണ്ടിട്ട് നമ്മുടെ ജീവിതത്തെ ബലഹീനപ്പെടുത്തി നമ്മുടെ ആ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെടുത്തി സംശയങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്നത് ശത്രുവിൻ്റെ ശക്തമായ ആയുധമാണ്. നമ്മളെ നിരാശയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആയുധങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു വന്നത് ദൈവം നമ്മളെ ധരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗമുള്ളപ്പോൾ തന്നെ ക്രൂശിൽ ഇതിലൊക്കെയും ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട് ശത്രുവായവൻ എന്തെല്ലാം ആയുധങ്ങൾ പ്രയോഗിച്ച പല നിലയിലുള്ള ആയുധങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നു. എന്തെല്ലാം ആയുധങ്ങൾ പ്രയോഗിച്ചാലും അതിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ഹല്ലേലൂയ. പ്രധാനമായും 3 ആയുധങ്ങൾ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഭയത്തെയും ആശങ്കകളിലൊക്കെ അതിജീവിക്കുവാൻ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് അതിനെ ജയിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ വചനത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. യേശുവിൻ്റെ നാമത്താൽ നമുക്കതിനെ ജയിക്കുവാൻ കഴിയും. ഒരു ദൈവത്തിൽ എന്നുള്ള നിലയിൽ ദൈവം നമുക്കതിനുള്ള അവകാശം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുവായവൻ്റെ വളരെ പ്രിയപ്പെട്ട ആയുധങ്ങളാണ് ഡിസെപ്ഷൻ, വഞ്ചന, ഡിസ്ട്രാക്ഷൻസ്, നമ്മളെ പതറിക്കുക, ഡിലേയ്സ്, കാലതാമസം വരുത്തുക, ഡിസപ്പോയിൻമെൻറ്റ്, നിരാശകൾ വരുത്തുക, ഡിസ്കറേജ്മെൻറ്റ്, നിരുത്സാഹപ്പെടുത്തുക, ഡിപ്രഷൻ, വിഷാദത്തിലേക്ക് വിടുക, ഡെപ്റ്റ്, കടം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കിയാൽ ഈ പലവിധമായ വെപ്പൺസിൽ കൂടെ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കും. നമ്മൾ ഓർക്കണം, കടം എന്നുള്ളത് മനുഷ്യനെ വളരെ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വിഷയമാണ്. വലിയൊരു കെണിയായി തീരുന്ന കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡിസെപ്ഷൻസ്, ഡിസ്ട്രാക്ഷൻസ്, ഡിലേയ്സ്, ഡിസപ്പോയിൻമെൻറ്റ്, ഡിസ്കറേജ്മെൻറ്റ്, ഡിപ്രഷൻ, ഡെപ്റ്റ്, വഞ്ചന, പതറിക്കുക, കാലതാമസം വരുത്തുക, നിരാശപ്പെടുത്തുക, നിരുത്സാഹപ്പെടുത്തുക, വിഷാദപ്പെടുത്തുക, കടത്തിൽ കൊടുക്കുക കെണിയായിട്ടും. ഹല്ലേലൂയ. എന്നാൽ ഇതിനെയൊക്കെ ജയിക്കുവാൻ നമുക്ക് ദൈവ സർവായുധവർഗം തന്നിട്ടുണ്ട്. ശക്തമായ ദൈവിക ആയുധം യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ, ദൈവത്തിൻ്റെ വചനത്താലുള്ള വിടുതൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാലുള്ള വിടുതൽ, ഇതൊക്കെയും നമ്മളുടെ അവകാശമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും നമ്മുടെ യേശു കർത്താവ് മരണത്തെ ജയിച്ചവനായി വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഹല്ലേലൂയ. അടിമകളായി പിടിച്ചുകൊണ്ടുവരുന്നവരെ പഴയ കാലങ്ങളിൽ ഹല്ലേലൂയ അവരെ പരസ്യകോലമാക്കി തീർക്കുന്ന ഒരു രീതിയുണ്ടെന്നാൽ ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് ക്രൂശിൽ ശത്രുവിനെ പരസ്യ കാഴ്ചയാക്കി നമുക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ കർത്താവാണ്. ആ കർത്താവിൻ്റെ കൃപയിൽ നാം ആശ്രയിക്കാം. ജീവിതത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വിഷയം
വിഷയങ്ങൾ കടന്നു വന്നാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർവായുധവർഗം ധരിച്ചുകൊണ്ട് ഹല്ലേലൂയ ജയിക്കുവാൻ കർത്താവ് നമ്മളോട് ജയിച്ച കർത്താവാണ് നമ്മളോട് കൂടെയുള്ളത്. ആ കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ.